93 വയസ്സ് പൂർത്തിയായി 9 പതിറ്റാണ്ട് ജീവിച്ച ഒരു മനുഷ്യനെ ഇനി ആര് നിയന്ത്രിക്കാനാണ്? ആകെ ചെയ്യേണ്ടത് ശ്രീനാരായണ ഗുരുവിനെ വായിക്കുകയും ശ്രീനാരായണ ഗുരുവിനെ പിന്തുടരുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുക. അതേ അളവിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ കേൾക്കാതിരിക്കുകയും ചെയ്യുക എന്നത് മാത്രമേ സാംസ്കാരിക രാഷ്ട്രീയ കേരളം ഇനി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനും അപ്പുറത്തേക്കൊന്നും വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഇനി പറയാനില്ല. വെള്ളാപ്പള്ളി കഴിഞ്ഞ 234 ദിവസങ്ങൾക്കുള്ളിൽ 65ഓളം വിഷം വമിപ്പിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഓരോ തവണ പറയുമ്പോഴും മുറിവേൽക്കുന്ന മനുഷ്യരുണ്ട്. അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കൊള്ളൂ എന്ന് ഗിരിരാജ് സിംഗ് പറയുമ്പോൾ അവിടെ നിസ്സഹായരായി നോക്കി നിന്ന് സ്വന്തം പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെക്കുറിച്ച് നമ്മൾ അറിയണം. അവരുടെ ജീവിതത്തിലും അവരുടെ കുപ്പായത്തിലും ഒരു നിമിഷമെങ്കിലും നമ്മൾ ജീവിക്കാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ വെള്ളാപ്പള്ളിക്ക് അതിൻ്റെ ബോധ്യമുണ്ടാവൂ. വെള്ളാപ്പള്ളി പറയുന്നത് എന്താണെന്നറിയുമോ? അവർ വിരുന്നുകാരും നമ്മൾ വീട്ടുകാരുമല്ലേ എന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് വരുന്ന പണമാണ് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും വീട്ടിൽ പോകുന്നതെന്ന് പറയുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്തയാളായിരുന്നു ഈ വെള്ളാപ്പള്ളി. ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ പേര് SNDP. ഇദ്ദേഹം ഇപ്പോൾ ചെയർമാനായിട്ടിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന സംഘടനയുടെ പേര് നവോത്ഥാന സമിതി. ഇതിലൊക്കെ വലിയ ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യവും തമാശയുമുണ്ടോ കേരളത്തിൽ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അയാൾക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തു നിന്ന് ഇപ്പോഴും പിന്തുണ കിട്ടുന്നത് എന്നതാണ്. എനിക്ക് മനസ്സിലാവുന്നതേയില്ല. ഗോലി മാരോ സാരം കോ എന്ന് പറയുന്ന BJP നേതാവിന് കേരളത്തിൽ ഇടതുപക്ഷം പിന്തുണ കൊടുക്കുമോ?